പാലക്കാട് കഞ്ചിക്കോട്ടെ ബ്രൂവറിക്ക് സ്ഥലം വാങ്ങി നൽകിയത് കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് നേതാവും എലപ്പുള്ളി പഞ്ചായത്തിലെ വാർഡ് മെമ്പറുമായ അപ്പുക്കുട്ടനാണ് ഇടനില നിന്നത്. അപ്പുക്കുട്ടന്റെ പ്രതികരണവും പുറത്ത്. ഒയാസിസ് കമ്പനിയല്ല സമീപിച്ചത്. ഒരു ഏജന്റ് സ്ഥലം വേണം പറഞ്ഞിട്ടൊരു ഏജന്റ് വന്നു. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണം, എടുത്തു തരാൻ പറ്റുമോ ചോദിച്ചു. ഞാനടുത്ത് പഞ്ചായത്ത് മെമ്പറാണല്ലോ. അപ്പൊ നമ്മൾ കൃഷിക്കാരുമായി ബന്ധപ്പെട്ട് സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് പറഞ്ഞു, എടുത്തു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞത് ഞാനിത് എന്തിനാണ് ചോദിച്ചു. സ്വാഭാവികം ചോദിക്കുമല്ലോ. ഞങ്ങളൊരു കമ്പനി ആവശ്യത്തിനാണ് പറഞ്ഞു. അപ്പൊ എന്ത് കമ്പനിയാണ് ചോദിച്ചപ്പോ ആ കമ്പനി നമ്മൾ സർക്കാരിനോട് അനുമതി കിട്ടിയ ശേഷം പറയാൻ പറ്റുള്ളൂ. അത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അനുമതി കിട്ടിയാൽ മാത്രമേ ആ കമ്പനിന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഭൂമി എടുത്തു കൊടുത്തു. ഞങ്ങൾ 22 ഏക്കർ, ഒരു 5 പേരുണ്ടാവും. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഈ ബ്രൂവറിക്ക് സ്ഥലം വാങ്ങി നൽകിയത് ഒരു കോൺഗ്രസ് നേതാവ് എന്നാണ്. അവിടെ പ്രദേശവാസികളെ ചതിക്കാൻ കൂട്ടുനിന്നവരിൽ ആരൊക്കെയുണ്ട്? വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും പാലക്കാട് ഈ ബ്രൂവറിക്ക് അനുമതി നൽകിയത് വലിയ ആശങ്ക പരത്തുന്നതിനിടയിലാണ് അതിൻ്റെ ആ ഭൂമി വാങ്ങി നൽകിയത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിലാണെന്നുള്ള കാര്യം പുറത്തു വരുന്നത്. ആ കോൺഗ്രസ് നേതാവായ അപ്പുക്കുട്ടൻ്റെ പ്രതികരണമാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഈ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ നേതാവും വാർഡ് മെമ്പറും കൂടെയാണ് അപ്പുക്കുട്ടനാണ് ഈ ബ്രൂവറിക്ക് ഉള്ള ആ ഒയാസിസ് കമ്പനിക്ക് വേണ്ട ഭൂമി ഏറ്റെടുത്ത് നൽകിയത് എന്നുള്ളതാണ്. അപ്പുക്കുട്ടൻ പറയുന്നത് തന്നെ ഒരു ഏജന്റ് വന്ന് സമീപിക്കുകയായിരുന്നു. അപ്പുക്കുട്ടനും ഈ ഭൂമി കച്ചവടവും ക്രയമൊക്കെ നടത്തുന്ന ഒരു ഏജന്റാണ്. അപ്പുക്കുട്ടനെയും മറ്റൊരു ഏജന്റ് വന്ന് സമീപിക്കുകയായിരുന്നു. തുടർന്ന് വിവിധ കർഷകരിൽ നിന്നും മറ്റുമൊക്കെയായി ഭൂമി വാങ്ങി ഈ കമ്പനിക്ക് കൈമാറുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് എന്നുള്ളത് അപ്പോൾ തനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കമ്പനി അധികൃതർ അതൊന്നും തങ്ങളോട് പറഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ അപ്പുക്കുട്ടൻ പറയുന്നത്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരൊക്കെ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ സർക്കാർ ഈ ഒരു മദ്യ കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ വലിയ രീതിയിൽ പ്രതികരണവുമായി രംഗത്ത് വന്നതാണ്. ഇന്നും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നു. ഏതായാലും ആ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ആ ഭൂമി ഏറ്റെടുത്ത് നൽകിയതിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഈ വിഷയത്തിൽ ഇനി എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊടിയ വഞ്ചനയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ജലദൗർബല്യമുള്ള ഒരു മേഖലയാണ് എലപ്പുള്ളി. ആ ജലദൗർബല്യമുള്ള മേഖലയിലാണ് ഇങ്ങനെ ബ്രൂവറിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ കൊക്കക്കോളയും പെപ്സിയും പോലുള്ള കമ്പനികൾ ജലചൂഷണം നടത്തിയിട്ടുള്ള അതേ മണ്ണിലേക്ക് വീണ്ടും ഒരു മദ്യ കമ്പനി വരുമ്പോൾ അത് വലിയ രീതിയിൽ ജലചൂഷണത്തിന് ഇടയാക്കും എന്നുള്ളത് മാത്രമല്ല, അത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് അവർ പ്രധാന ആശങ്കയായി രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഈ ബ്രൂവറിക്ക് അനുമതി നൽകിയത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രദേശവാസികളാണെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. മാത്രമല്ല, എലപ്പുള്ളി പഞ്ചായത്ത് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ബ്രൂവറി വരുന്നതോ മറ്റോ തങ്ങൾക്ക് അറിയില്ല, ഈ അനുമതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെ ആരും സമീപിച്ചിട്ടില്ല എന്ന് പഞ്ചായത്ത് അധികൃതരും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതുതായിട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഈ ഭൂമിയുടെ കച്ചവടം സംബന്ധിച്ച് അതിലൊരു കോൺഗ്രസ് നേതാവിന് ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അരുൺ, ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് അപ്പുക്കുട്ടൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അപ്പുക്കുട്ടൻ, താങ്കൾ സൂചിപ്പിച്ചതനുസരിച്ചാണ് എങ്കിൽ ഈ കമ്പനി ഇങ്ങനെ സ്ഥലം വാങ്ങുന്നതിനായി സമീപിക്കുമ്പോൾ അത് എന്ത് കമ്പനിയാണ് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു? ഇല്ല, കാരണം അവർ കുറച്ച് സ്ഥലം വേണമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അന്ന് താങ്കൾ അന്വേഷിച്ചില്ലേ ഇത് എന്ത് കമ്പനിയാണ് എന്ന്? ഇല്ല, അന്ന് എന്ത് കമ്പനിയാണെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ അനുമതി കിട്ടിയ ശേഷമേ ആ കമ്പനിക്ക് പേരിടുള്ളൂ, ഞങ്ങൾ അതിന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്ത് സ്വഭാവമുള്ള കമ്പനിയാണ് എന്ന് അന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? അല്ല, അന്വേഷിക്കാമായിരുന്നു. അതൊരു ഇടനിലക്കാരനെ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ കമ്പനി കിട്ടും. അപ്പൊ എന്ത് കമ്പനിയാണ് ചോദിച്ചപ്പോൾ ഞങ്ങളത് സർക്കാരിന്റെ അനുമതി കിട്ടിയ ശേഷമേ ഞങ്ങളത് ആ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ താങ്കൾ ഇടനില നിന്നു എന്നതിനൊപ്പം തന്നെ താങ്കൾ അവിടുത്തെ ഒരു ജനപ്രതിനിധി കൂടിയല്ലേ. അപ്പോൾ താങ്കൾക്ക് ഈ വിഷയം സംബന്ധിച്ച് ഈ ഇത്രയധികം സ്ഥലം ഒരു കമ്പനി വാങ്ങി കൂട്ടുമ്പോൾ അത് എന്തിനാണ്, അതിന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ? അന്വേഷിക്കുക പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് ഒരു കോളേജിന് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അത് ആരംഭത്തിൽ വരുമ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിടുകയാണെന്നാണ് പറഞ്ഞത്. അത് അതിന്റെ ഒരു ട്രിക്കാണ്. കാരണം കോളേജിന് സ്ഥലം പറഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ വില പറയും പറഞ്ഞിട്ട് ആ ട്രിക്കാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്കത് അറിയില്ല.
ഇപ്പോഴാണ് അത് കോളേജിന് വേണ്ടി കോമ്പൗണ്ട് മതിൽ കെട്ടിയിരിക്കുന്നത്. ഇതിന് തൊട്ട സ്ഥലമാണ്. ഓക്കെ, ഇത്തരമൊരു മദ്യ കമ്പനിക്ക് വേണ്ടിയാണ്, ബ്രൂവറിക്ക് വേണ്ടിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം പക്ഷെ താങ്കൾ ഈ വിഷയം കൂടുതൽ നേതാക്കളെയോ മുതിർന്ന നേതാക്കളെയോ ഒക്കെ അറിയിച്ചിരുന്നോ? ഞങ്ങൾ അറിഞ്ഞത് തന്നെ ഈ 2 ദിവസം മുമ്പ് മന്ത്രിസഭാ തീരുമാനം പറഞ്ഞ ആ വാർത്തയിലൂടെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞത് ന്യൂസിലൂടെയും പേപ്പറിലൂടെയും ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടനിലക്കാരായിട്ടുള്ള ഒരു ഗോപികൃഷ്ണൻ പറഞ്ഞ ഒരാളുണ്ട്, ഇടനിലക്കാര കമ്പിന്റെ ഒരാളായിട്ട്. അദ്ദേഹം ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിവിടെ അങ്ങനെ ഒരു ജലചൂഷണം ചെയ്യുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു കൃഷിക്കാരനാണ്, ഞാനും ബോർവെള്ളത്തിലാണ് കൃഷി ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിവിടെ വരാൻ ബുദ്ധിമുട്ടാണ്, എന്താ പെട്ടെന്ന് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, ഇവിടെ അങ്ങനെ ജലചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അവിടെ എവിടെ നിന്നാണോ അത്രയും ദൂരം പൈപ്പിട്ടുകൊണ്ട് കിലോമീറ്റർ കണക്കിന് പൈപ്പിട്ടിട്ട് അതിലൂടെയാണ് വെള്ളം സ്വരൂപിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഗ്രൗണ്ട് വാട്ടറോ ഇല്ലെങ്കിൽ വാളയാറിലെ മറ്റേ കനാൽ വാട്ടറോ ഒന്നും എടുക്കില്ല എന്നാണ് അയാളെ അറിയിച്ചത്. അത്തരം കാര്യങ്ങളിൽ പക്ഷെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? ഒരു കമ്പനി അവിടെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ളതും ഒന്നും അറിയാൻ കഴിയുകയില്ലല്ലോ. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു വലിയ ചതിയാണെന്ന് മനസ്സിലാകുന്നില്ലേ? വലിയ ചതിയാണെന്ന് മനസ്സിലാകും. പക്ഷെ ഈ ചതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സർക്കാരും അനുമതി കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. അവർ അനുമതി കൊടുത്ത കാരണമാണ് ഞാനിത് അറിയുന്നത് തന്നെ, ഇന്ന കമ്പനി അവിടെ വരുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ കൂടി താങ്കൾ ഇത് അറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഈ പറയുന്ന സ്ഥാപനത്തിനെതിരെ ഞങ്ങൾ സമരത്തിന് ഇറങ്ങുന്നുള്ള സംശയമില്ല. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ഇക്കാര്യം അറിയിച്ചിരുന്നോ? പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞാൽ ഞങ്ങളുടെ എലപ്പുള്ളിയിലെ മുതിർന്ന നേതാക്കളെ മണ്ഡലം പ്രസിഡന്റ് അങ്ങനെയുള്ളവരെയും മറ്റേ വൈസ് പ്രസിഡന്റ് പിന്നെ അറിയിച്ചിട്ടുള്ളൂ. അവരുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു? അവരുടെ ഞാൻ പറഞ്ഞ ഇതേ പ്രതികരണമാണ്. പഞ്ചായത്തിൽ ജലചൂഷണം ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഇവിടെ പാടില്ല. അതേ നിലപാടാണ് എനിക്കും പഞ്ചായത്തിലെ അധികൃതർക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഭരണകക്ഷിക്കും ഉള്ളത്. ഓക്കെ, വളരെ നന്ദി ശ്രീ അപ്പുക്കുട്ടൻ പ്രതികരിച്ചതിന്. അദ്ദേഹമാണ് ഈ സ്ഥലം വാങ്ങുന്നതിന് കമ്പനിക്ക് ഇടം നിലനിന്നത്, പക്ഷെ അന്ന് അതറിയില്ലായിരുന്നു എന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത്. ഇതിന് ഇനി കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്നും, പക്ഷെ അതേസമയം ഇവിടെ ജലചൂഷണം ഉണ്ടാകില്ല എന്ന് ഈ കമ്പനി ഉറപ്പ് നൽകിയെന്ന കാര്യവും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള കാര്യം വിശ്വസിക്കാൻ കഴിയില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു കമ്പനിയാണ് വരാൻ പോകുന്നത് എങ്കിൽ അതിനെ എതിർക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രാദേശികമായ എതിർപ്പുകൾ അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നു.